പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യവും മയക്കുമരുന്നും നൽകി അബോധാവസ്ഥയിലാക്കിയ യുവാക്കളെ അറസ്റ്റ് ചെയ്തു. കൊടകര കാവിൽ കാരപ്പറമ്പിൽ സനിൽ കൃഷ്ണ, ആലത്തൂർ വെളിയത്തുപറമ്പിൽ നിധിൻ എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. MES കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി നിർമ്മിച്ച മൂന്നാമത്തെ ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ ഇന്ത്യൻ പാർലമെന്റിൽ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് വിവിധ പ്രദേശങ്ങളിൽ രാഷ്ട്രീയ സംഘടനകൾ സമരം സംഘടിപ്പിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യവും മയക്കുമരുന്നും നൽകി അബോധാവസ്ഥയിലാക്കിയതിന് 2 യുവാക്കളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര കാവിൽ കാരപ്പറമ്പിൽ വീട്ടിൽ സനൽ കൃഷ്ണ, ആലത്തൂർ വെളിയത്തുപറമ്പിൽ വീട്ടിൽ നിധിൻ എന്നിവരെയാണ് ഇൻസ്പെക്ടർ PK ദാസ്, SI അശ്വിൻ റോയ്, ASI ആഷ്ലിൻ ജോൺ, CPO VK കിരൺ, EA ശ്രീജിത്ത്, M ആഷിഖ്, P സന്ദീപ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. MES കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി നിർമ്മിച്ച മൂന്നാമത്തെ ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തും ലോകത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നു. വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, മറ്റുള്ള സാമൂഹ്യക്ഷേമ രംഗത്തുമൊക്കെ വളരെ കൃത്യതയോടുകൂടി ഇടപെടുകയും വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയായി സംഘടന മാറിയിട്ടുണ്ട് എന്ന് നമുക്കെപ്പോഴും മാതൃകയും ആവേശവുമാണ്. ഈ നാടിന് തന്നെ ഒരു പൈതൃകമുണ്ട്. എനിക്ക് തോന്നുന്നത് MES പോലെയുള്ള പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാൻ കഴിഞ്ഞത് ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്. ഇങ്ങനെയുള്ള നാട്ടിൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതിന് തുടക്കം കുറിക്കാൻ കഴിയും. സംസ്ഥാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ റഹീം ഫസൽ ഗഫൂർ താക്കോൽ കൈമാറി. കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, പേബസാർ മഹല്ല് ഖത്തീബ് റിയാസ് അൽ ഹസനി, ജില്ലാ സെക്രട്ടറി PK മുഹമ്മദ് ഷഫീർ, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് TM നാസർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, പഞ്ചായത്ത് അംഗം PK മുഹമ്മദ്, അംബിക ശിവപ്രിയൻ, അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ എന്നിവർ പങ്കെടുത്തു. കാതിക്കോട് അൽ-അഖ്സ ഹെവൻസ് സ്കൂളിൽ സെൻട്രൽ കേരള ഹെവൻസ് ഖുറാൻ ഫെസ്റ്റ് നടന്നു. മധ്യകേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 400ഓളം ഹെവൻസ് വിദ്യാർത്ഥികൾ ഫെസ്റ്റിൽ പങ്കെടുത്തു. ഹെവൻസ് വിദ്യാർത്ഥിനി സഹ്റ ഫാത്തിമയുടെ ഖുറാൻ പാരായണത്തിലൂടെ ഫെസ്റ്റിന് തുടക്കം കുറിച്ചു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ഹെവൻസ് അസിസ്റ്റന്റ് ഡയറക്ടർ സാബിത് ബന്നാൻ അധ്യക്ഷനായി. ഖുറാൻ ഫെസ്റ്റ് ജനറൽ കൺവീനർ PA വാഹിദ്, PTA പ്രസിഡന്റ് നസ്രീൻ, ഹെവൻസ് ഖുറാൻ ഫെസ്റ്റ് കോർഡിനേറ്റർ TM യൂനസ്, ഹെവൻസ് സെക്ഷൻ ഓഫീസർ അബ്ദുസമദ്, ഖുറാൻ ഫെസ്റ്റ് പ്രോഗ്രാം കൺവീനർ PM മുഹമ്മദ് സുഹൈൽ, അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പൽ TR ജിമി, കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി EK ഷംസുദ്ദീൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം അനസ് നദ്വി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിൽ ഹെവൻസ് പ്രീ സ്കൂൾ പെരുമ്പിലാവ് ഓവറോൾ ചാമ്പ്യന്മാരായി. ഫസ്റ്റ് റണ്ണറപ്പായി ഹെവൻസ് പ്രീ സ്കൂൾ വാടാനപ്പള്ളിയും സെക്കൻഡ് റണ്ണറപ്പായി ഹെവൻസ് പ്രീ സ്കൂൾ കരിങ്ങനാടും തെരഞ്ഞെടുക്കപ്പെട്ടു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ വാർഷിക ആഘോഷവും കിഡ്സ് ഫെസ്റ്റും ആഘോഷിച്ചു. കിളിക്കൊഞ്ചൽ കിഡ്സ് ഫെസ്റ്റ് പേബ്ലാക്ക് സിംഗറും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിമുമായ മാസ്റ്റർ മിലനും, വാർഷികാഘോഷം സുദർശനം പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ശശി അയ്യഞ്ചിറയും ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു സ്കൂളിലെ റോഡ് സുരക്ഷാ പ്രോജക്ട് ഉദ്ഘാടനവും പ്രശസ്ത സിനിമാ ആർട്ടിസ്റ്റ് കലാഭവൻ നാരായണൻകുട്ടി വാർഷിക ആഘോഷ കലാപരിപാടികളും ഉദ്ഘാടനം ചെയ്തു. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ലില്ലി ജോസ്, ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററും ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമായ TN രാമൻ, സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, സ്കൂൾ മാനേജർ U പ്രഭാകരൻ, ക്ഷേമസമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ, മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷെനോ, KG വിഭാഗം മാതൃസമിതി പ്രസിഡന്റ് സിഞ്ചു വിനോദ് എന്നിവർ സംസാരിച്ചു.
കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവ്യാസ ക്യാമ്പ് സംസ്ഥിതിക്ക് തുടക്കമായി. SN സ്മാരകം UP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. SN സ്മാരകം സ്കൂൾ മാനേജർ PR സജീവ്, NSS പ്രോഗ്രാം ഓഫീസർ PV വിജി, ഫിഷറീസ് സ്കൂൾ പ്രിൻസിപ്പൽ M മായാദേവി, PTA പ്രസിഡന്റ് KP ഷാജി, MPTA പ്രസിഡന്റ് ശശികല, SN സ്മാരകം സ്കൂൾ പ്രധാനാധ്യാപിക CT സംഗീത, KU ലിമ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ, ഭവന സന്ദർശനം, സുചിന്തിതം സദസ്സ്, നൈപുണ്യ പരിശീലനം, നാടക പരിശീലനം, പ്രാണവേഗം, ഭൂമിജം, ഹൃദയസമേതം, കൾച്ചറൽ പ്രോഗ്രാമുകൾ എന്നിവ നടക്കും. മറ്റു വാർത്തകളിലേക്ക്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പുത്തഞ്ചിറ മാള യൂണിറ്റുകൾ, നേത്ര ഐ കെയർ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കണ്ണുകൾക്ക് ഒരുപാട് ചികിത്സ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ വൃദ്ധർ എന്നുള്ള രീതിയിലേക്ക് ഈ കണ്ണിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോവുക. കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഓൺലൈൻ സംവിധാനവും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗവും മൊബൈലിൻ്റെ ഉപയോഗമൊക്കെ നമ്മുടെ കണ്ണുകളെ ഒരുപാട് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിൻ്റെ ആവശ്യകതയനുസരിച്ചുള്ള പുതിയ നൂതന സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് സത്യവുമാണ്. പുത്തഞ്ചിറ യൂണിറ്റ് പ്രസിഡന്റ് P. J. പോൾ, മാള മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ്, വിനോദ് പുത്തഞ്ചിറ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPI പുത്തഞ്ചിറ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. TN വേണു, KV സുജിത്ലാൽ, UV വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകണമെങ്കിൽ അമിത്ഷായ്ക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഒരു വലിയ തടസ്സമാണ് എന്നറിയാം. അതുകൊണ്ട് ഈ ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കുവാൻ വേണ്ടി പാർലമെന്റിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷമില്ല എങ്കിൽ സംഘപരിവാറിന്റെ സംഘശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിനകത്ത് കലാപമുണ്ടാക്കി ദളിതരെയും പിന്നോക്കക്കാരെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് അമിത്ഷാ നടത്തിയ പ്രയോഗത്തിന്റെ ആന്തരിക ഫലം ഈ രാജ്യത്തുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അല്ലാതെ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞതിലല്ല. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ ഇന്ത്യൻ പാർലമെന്റിൽ അപമാനിച്ചതിൽ പുലയർ മഹാസഭ ആനപ്പാറ ശാഖ വാർഷിക സമ്മേളനം പ്രതിഷേധം രേഖപ്പെടുത്തി. പൊതുയോഗം KPMS തൃശൂർ ജില്ലാ ഖജാൻജി PC ബാബു ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് TU സതീഷ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി വിനയൻ മംഗലപ്പിള്ളി, EV ഹരിഹരൻ, UV വിശ്വനാഥൻ, ജയ ഹരിഹരൻ, രമ്യ ജിജു, ഷനി അഭിലാഷ്, ഷീല സുബ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. രാഷ്ട്രീയ ജനതാദൾ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നടന്നു. ജില്ലാ സെക്രട്ടറി വിൻസെന്റ് പുത്തൂർ വിതരണം നിർവഹിച്ചു. അപ്പോൾ C. രാജഗോപാലാചാരി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പണ്ഡിറ്റ് അന്നത്തെ ഇടക്കാല മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഒരു കത്തെഴുതി. ആ കത്ത് എന്താണെന്ന് ചോദിച്ചാൽ മദ്രാസിന് അല്ലെങ്കിൽ തമിഴ്നാടിന് കൂടുതൽ വിഹിതം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഞാനിവിടെ മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്, ഞാൻ ഖജനാവിൽ നിന്ന് എത്ര രൂപ ശമ്പളം പറ്റണം, ഇതാണ് കത്ത്. നെഹ്റു അതിന് മറുപടി എഴുതി, രാജാജിക്ക് എന്താ വേണ്ടത്? 2 ഷർട്ട് വേണം, 2 മുണ്ട് വേണം, 2 തോർത്ത് വേണം, ഭക്ഷണം കഴിക്കണം, സോപ്പ് വേണം, എണ്ണ വേണം, ഒരു 50 രൂപ പറ്റിക്കോളൂ. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് കണ്ണമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KC വർഗീസ്, CA തോമസ്, PK സോജൻ, ജോൺ ചെല്ലക്കുടം, KK ദാസൻ എന്നിവർ സംസാരിച്ചു. തിരുമുക്കുളം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വൈലോപ്പിള്ളി അനുസ്മരണ ദിനാചരണം നടത്തി. ഇതിന്റെ ഭാഗമായി
കവിതാ പാരായണ മത്സരം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ PK ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. വായനാശാല പ്രസിഡന്റ് AC സുഗതൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EG ബിജു, KR ജോജി, PB കൃഷ്ണകുമാർ, PP ലാലു എന്നിവർ സംസാരിച്ചു. കവിതാ മത്സരത്തിൽ മുഹമ്മദ് അമീൻ 1ാം സ്ഥാനവും ആര്യ ലക്ഷ്മിജിത്ത് 2ാം സ്ഥാനവും നേടി. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ അഷ്ടമിച്ചിറ യൂണിറ്റ് സമ്മേളനം നടന്നു. KCC തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PS കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. VS ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VM വത്സൻ, PK വിശ്വംഭരൻ, ഷൈജു വസന്തകുമാർ, ജിതിൻ ഗോപിനാഥ്, PP പ്രിയ, PR സിന്ധുമോൾ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യവും മയക്കുമരുന്നും നൽകി അബോധാവസ്ഥയിലാക്കിയ യുവാക്കളെ അറസ്റ്റ് ചെയ്തു. കൊടകര കാവിൽ കാരപ്പറമ്പിൽ സനിൽ കൃഷ്ണ, ആലത്തൂർ വെളിയത്തുപറമ്പിൽ നിധിൻ എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. MES കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി നിർമ്മിച്ച 3ാമത്തെ ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ ഇന്ത്യൻ പാർലമെന്റിൽ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് വിവിധ പ്രദേശങ്ങളിൽ രാഷ്ട്രീയ സംഘടനകൾ സമരം സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് സമാപിച്ചു. നമസ്കാരം.